ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. നമ്മൾ നാരായണീയം രണ്ടാമത്തെ ദശകത്തിലേക്ക് കടന്നു. ഇനി നാലാമത്തെ ശ്ലോകമാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. ശ്ലോകം വായിക്കാം. തവപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോഞ്ജകാ പ്രേമസ്ഥൈര്യമയാത ചാപലബലാ ചാപല്യവാർത്തോദഭൂത്. ഇനി ഇതിൻ്റെ അന്വയാർത്ഥം. തത്താദൃങ് മധുരാത്മകം. തത്താദൃക് എന്നാൽ അപ്രകാരമുള്ളതും മധുരാത്മകം മധുരരൂപവും ആയ തവ വപു അങ്ങയുടെ ശരീരം, അതായത് ഭഗവാന്റെ ആ ഒരു വപുസ്, സംപ്രാപ്യ പ്രാപിച്ചിട്ട്, സമ്പന്മയി സാദേവി സമ്പന്മയിയായ സാദേവി ആ ലക്ഷ്മി ദേവി പരമോത്സുക ആ മൂർത്തിയിൽ ഏറ്റവും ഉത്സുകയായിരിക്കുന്നു, താല്പര്യമുള്ളവളായി തീർന്നു. അതിനാൽ സ്വഭക്തേഷു തൻ്റെ ഭക്തന്മാരിൽ പോലും ചിരതരം ന ആസ്തേ, ചിരതരം എന്നാല് വളരെ കാലം, ന ആസ്തേ സ്ഥിതി ചെയ്യുന്നില്ല, തേന അതിനാൽ, അസ്യ ഇവൾക്ക് ലക്ഷ്മി ദേവിക്ക് ഭഗവാനെ വിഭോ അച്യുത എന്നൊക്കെ വിളിക്കുകയാണ്. വിഭുവായ അല്ലയോ അച്യുത, ത്വദ്രൂപമാനോഞ്ചക പ്രേമസ്ഥൈര്യമയാത് നിന്തിരുവടിയുടെ രൂപത്തിൻ്റെ മനോഞ്ചകതയിലുള്ള പ്രേമത്തിൻ്റെ സ്ഥിരത മൂലം, അചാപലബലാത് ചാപല്യമില്ലായ്മയുടെ ബലത്താൽ, ചാപല്യ വാർത്ത ചപലയാണെന്ന വാർത്ത, ഉദ്ഭൂതമായി ഉണ്ടായി, ബദ കഷ്ടം തന്നെ. ഇവിടെ ലക്ഷ്മി ദേവിയെ ചപല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവിയെ ചപല എന്ന് പറയുന്നത്? കാരണം ലക്ഷ്മി അസ്ഥിരയാണ്, എവിടെയും സ്ഥിരമായി വസിക്കുന്നില്ല. ലക്ഷ്മി ദേവി എപ്പോഴും സ്ഥിരമായിട്ട് വസിക്കുന്നത് എവിടെയാണ്? ഭഗവാന്റെ ശ്രീവത്സത്തിലാണ് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ലക്ഷ്മി ദേവി സദാ വസിക്കുന്നത് ഭഗവാനോടൊത്താണ്. അപ്പം എവിടെയാണോ ഭഗവാൻ ഉള്ളത് അവിടെ ലക്ഷ്മി ഉണ്ടായിരിക്കും. അപ്പം ലക്ഷ്മി അസ്ഥിരയാണ്. ഇവിടെ മധുരാത്മകമായ ഭഗവാന്റെ ആ വപുസിനെ, ആ ശരീരത്തെ സ്വീകരിച്ച ദേവി ലക്ഷ്മി ദേവി ആ ഭഗവാനിൽ ഏറ്റവും താല്പര്യമുള്ളവരായി തീർന്നതുകൊണ്ട് തന്നെ തൻ്റെ ഭക്തന്മാരിൽ വളരെ കാലം സ്ഥിതി ചെയ്യുന്നില്ല. അതിന് ദേവിക്ക് സാധിക്കുന്നില്ല. കാരണം വിഭുവായ അച്യുത അങ്ങയെ വിട്ടു പോകാനായിട്ട് ദേവിക്ക് സാധ്യമല്ല. അതുകൊണ്ട് സ്വന്തം ഭക്തരുടെ അരികിൽ വളരെ കുറച്ച് സമയം മാത്രമേ ദേവി ഉണ്ടായിരിക്കൂ. അതുമാത്രമല്ല, ഭഗവാന്റെ ആ രൂപത്തിൻ്റെ ആകർഷണീയത കൊണ്ട്, പ്രേമത്തിൻ്റെ ആ ഒരു തീവ്രത കൊണ്ട് ദേവിക്ക് ചപല എന്ന ഒരു പേരും കൂടി വന്നു. കഷ്ടം തന്നെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി ആവിർഭവിച്ചത് പാലാഴിയിൽ നിന്നാണ്. പാലാഴി മദനത്തിൻ്റെ ഇടയിലാണ് ലക്ഷ്മി ദേവി പാലാഴിയിൽ നിന്നും ഉയർന്നു വരുന്നത്. അങ്ങനെ വന്ന ലക്ഷ്മി ദേവിയെ ദേവേന്ദ്രൻ സ്വീകരിച്ച് ആദ്യം രത്നപീഠം കൊടുത്തിരുത്തി. അങ്ങനെ അപ്സരസുകളെ വിളിച്ച് ദേവിയെ കുളിപ്പിച്ച് വസ്ത്രാഭരണങ്ങളൊക്കെ അണിയിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ദേവിയോട് പറയാണ്, ദേവി ഇവിടെ 66,000 അസുരന്മാരും 33,000 ദേവന്മാരും ഇവിടെയുണ്ട്. ഇതിൽ ആരെ വേണമെങ്കിലും ദേവിക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ ഒരു വരണമാല്യം കൊടുക്കുകയാണ് ദേവിക്ക്. അതായത് സ്വയംവരം എന്ന് വെച്ചാൽ സ്വയം വരിക്കുക. ആരെയാണോ ദേവിക്ക് താല്പര്യമുള്ളത് അവരെ വരിക്കുക. അപ്പോൾ ദേവി കണ്ട മാത്രയിൽ തന്നെ അസുരന്മാരെ ഏവരെയും ഉപേക്ഷിച്ചു. കാരണം എന്താണ്? അസുരന്മാരെന്നാൽ രജസ് തമോ ഗുണികളാണ്. അവരുടെ മനസ്സ് എപ്പോഴും ചഞ്ചലായിരിക്കും, വിഷയസുഖങ്ങളിലായിരിക്കും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ദേവി അവരെ കണ്ട ഉടനെ ഉപേക്ഷിക്കുകയാണ്. ഇനി ദേവന്മാരാണെങ്കിലോ സത്വഗുണികളാണ്. പക്ഷേ ദേവേന്ദ്രൻ മുതലായ ദേവകൾ പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ ദേവകളെയും വേണ്ടെന്ന് വെച്ചു. ഇനി ബ്രഹ്മാവാണെങ്കിലോ തൻ്റെ തന്നെ സൃഷ്ടിയുടെ
പിറകെ പോയതിനാൽ ബ്രഹ്മാവിനെയും വേണ്ടെന്ന് വെച്ചു. അടുത്തതായിട്ട് രുദ്രൻ്റെ രൂപം കാണുമ്പോൾ തന്നെ അത് ഒരു താല്പര്യക്കുറവാണ്. ഈ ചുടലഭസ്മം ധരിച്ച് പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് നടക്കുന്ന ഭഗവാന്റെ രൂപം കാണുമ്പോഴേ ദേവി അത് താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയാണ്. അതുമാത്രമല്ല അദ്ദേഹം വളരെ കോപിഷ്ഠനാണ്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ. ഇനി അങ്ങനെ ഓരോരുത്തരെയായിട്ട് നോക്കി വരുമ്പോൾ ദൂരെ മാറി നിസ്പൃഹനായിട്ട് ഭഗവാൻ വിഷ്ണു നിൽക്കുന്നുണ്ട്. വിഷ്ണു നിസ്പൃഹനാണ്. അതായത് വളരെ നമുക്കറിയാം, ഭൃഗു മഹർഷി അദ്ദേഹത്തിന് ഏറ്റവും സാത്വികനായിട്ടുള്ള ദേവൻ എന്ന ഒരു പേര് ചാർത്തി കൊടുത്തിട്ടുണ്ട് ഭൃഗു മഹർഷി. അതാണ് ശ്രീവത്സം എന്ന മറുക്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിസ്പൃഹനായിട്ട് നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം അദ്ദേഹം സത്വഗുണിയാണ്, സത്വഗുണ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുദേവനെ ലക്ഷ്മി ദേവി സ്വയം വരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ദേവി എപ്പോഴും ഭഗവാനിൽ ദേവിക്ക് എപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതിനാണ് താല്പര്യം. ലക്ഷ്മീപതിയാണ് ഭഗവാൻ എന്നാണ് എപ്പോഴും ഭഗവാനെ വിളിക്കുക, ലക്ഷ്മീപതി എന്നാണ്. അപ്പോൾ ആ ലക്ഷ്മീപതി ആയിട്ടുള്ള ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയാണ്, അങ്ങയുടെ ആകർഷണീയതയാൽ ദേവി സ്വയം അപഹരിക്കപ്പെട്ടവളായിട്ട് തീരുകയാണ്. അതായത് മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുകയാണ്, അങ്ങയിൽ എപ്പോഴും സ്ഥിരമായിരിക്കുകയും മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഭക്തരായിട്ടുള്ള ജനങ്ങൾ ഈ ആസക്തി കൊണ്ട്, അതായത് ദേവി എപ്പോഴും ഭഗവാനിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്നതിനാൽ, മറ്റുള്ളവരിൽ അസ്ഥിരയായതിനാൽ ദേവിക്ക് ഒരു പേരുണ്ടാവുകയാണ്. അതായത് ദേവി ചപലയാണ് എന്നൊരു പേര് ദേവിക്ക് ലഭിക്കുകയാണ്. ഇതിന് കാരണം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാനാണ് ഇത് മാറ്റേണ്ടത്. ഈ ഒരു പേര്, ദേവിക്ക് വന്നിരിക്കുന്ന ഈ ഒരു പേര് മാറ്റേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും അങ്ങേക്ക് തന്നെയാണ് എന്ന് പറയണം. ഇനി അപ്പോൾ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് അതിമധുരാണ്, ആകർഷണീയതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് ആ രൂപത്തിൽ തന്നെ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ സർവോത്കൃഷ്ടതയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ തത്താദൃങ് മധുരാത്മകം എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ ലക്ഷ്മി ദേവി അങ്ങയിൽ അനുരക്തയായിരിക്കുകയാണ് എന്ന് പറയാം. അപ്പം മഹാലക്ഷ്മി എന്ന് പറയുന്നത് ശുദ്ധ സത്വസ്വരൂപയാണ്. ഭഗവാന്റെ പോലെ തന്നെ സത്വരൂപ ഗുണിയാണ് ദേവി. അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ മധുരായതുണ്ടോ, ഏറ്റവും ഉത്തമമായതുണ്ടോ, മഹത്തരമായതുണ്ടോ, കാന്തിയുള്ളതുണ്ടോ, അതെല്ലാം ദേവിയുടെ വിഭൂതികളാണ്. അപ്പം ആ വിഭൂതികളുടെ ആ ഒരു സമഗ്രത മാത്രമല്ല, അതിൻ്റെ പ്രഭവസ്ഥാനവും ഭഗവാനായിരിക്കെ ദേവിക്ക് എങ്ങനെയാണ് അത് വിട്ടുപോകാൻ കഴിയുക? കാരണം എല്ലാ മാധുര്യമുള്ളതിൻ്റെയും ഭംഗിയുള്ളതിൻ്റെയും എല്ലാം രൂപം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ ഇതെല്ലാം ദേവിയുടെ വിഭൂതികളാണെങ്കിൽ എങ്ങനെ ദേവിക്ക് ഭഗവാനെ വിട്ടുപോകാൻ സാധിക്കും? അപ്പോൾ ഭഗവാന്റെ രൂപത്തിൽ ആ ഒരു ആകർഷണീയതയിൽ ദേവിയുടെ പ്രേമം സ്ഥിരമായി ഇളക്കമില്ലാത്തതായിട്ട് ദേവിക്ക് ഭഗവാനോട് ആ ഒരു പ്രേമം നിലനിൽക്കുമ്പോൾ എങ്ങനെ ദേവിക്ക് മറ്റുള്ളവരുടെ അരികിലേക്ക് പോകാൻ സാധിക്കും? ഇനി ഭക്തർ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ സാധിക്കില്ല. അത് കാരണം മഹാലക്ഷ്മി എന്ന് പറയുന്നത് ലോകജനനിയാണ്. അപ്പം ലോകത്തെ ആകെ പരിപാലിക്കേണ്ട ദേവി സ്വന്തം ഭക്തന്മാരുടെ കാര്യത്തിൽ പോലും അധിക നേരം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ദേവിയെ ചപല എന്ന ആളുകൾ പറയുന്നത്. ചാബല്യം എന്ന ഒരു അപവാദം ഉണ്ടാവാനുള്ള കാരണമാണെങ്കിലോ ഭഗവാന്റെ രൂപത്തിലുള്ള ആ ഒരു ചാബല്യമാണ്. അപ്പം ഇത് കഷ്ടല്ലേ ഭഗവാനെ എന്ന് കവി ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ്. അച്യുത, വിഭോ എന്നൊക്കെയാണ് ഭഗവാനെ വിളിക്കുന്നത്. അച്യുതൻ എന്നാൽ ച്യുതിയില്ലാത്തവൻ, സ്ഥിരനായവൻ എന്നാണ്. വിഭു എന്നാൽ സർവശക്തനാണ് ഭഗവാൻ. അപ്പം സർവശക്തനും സ്ഥിരനുമായിട്ടുള്ള ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ദേവിയെ ആളുകൾ ചപല എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് കഷ്ടല്ലേ? അപ്പോൾ ഭർത്താവിലുള്ള അതിയായ പ്രേമം കൊണ്ടാണ് മക്കളെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് കവി ഇവിടെ വരച്ച് കാണിക്കുന്നത്. അമ്മയ്ക്ക് സ്വന്തം ഭക്തരായിട്ടുള്ള സന്താനങ്ങളുടെ നേർക്ക് വാത്സല്യം ഉണ്ടാവാതിരിക്കില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആ പ്രേമസ്ഥൈര്യം കൊണ്ട് ഭർത്താവിനെ തന്നെ സ്ഥിരമായിട്ട് ആശ്രയിക്കുകയാണ്. അപ്പോൾ ഇവിടെ മക്കളേക്കാൾ അമ്മ ശ്രദ്ധിക്കുന്നത്
ഭർത്താവിനെയാണ്. ദേവിയുടെ കടാക്ഷം പതിയുമ്പോൾ എന്ത് സംഭവിക്കും? ഭക്തരെല്ലാവരും ഐശ്വര്യമുള്ളവരായിട്ട് തീരും. അപ്പോൾ ആ ഒരു ഐശ്വര്യം എത്ര നേരം നിലനിൽക്കും? വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഈ ഐശ്വര്യം ഉണ്ടാവുന്നുള്ളൂ. കാരണം ദേവി അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ദരിദ്രരും ദുരിതം അനുഭവിക്കുന്നവരായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് സന്താനങ്ങൾ പറയാണ് ഈ അമ്മ ചപലയാണ്. അപ്പം സ്ഥിരമായിട്ട് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏൽക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടായാൽ മതി? സത്വസ്വരൂപാത്മകമായിട്ടുള്ള ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ചാൽ എന്ത് സംഭവിക്കും? പ്രേമസ്ഥൈര്യമുള്ള മഹാലക്ഷ്മി എപ്പോഴും ഭക്തനോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം എവിടെ ഭഗവാനുണ്ടോ, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടോ, അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഒരു ഭക്തിരസം നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഭഗവതിയും തീർച്ചയായിട്ടും ഭഗവാനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഭക്തരിൽ ഉറച്ചു നിൽക്കാത്ത ദേവിയെ ഉറപ്പിച്ചു നിർത്താനായിട്ട് നമ്മൾ എന്ത് വേണം? സദാ ഭഗവാന്റെ സ്മരണ ഉള്ളിൽ സൂക്ഷിക്കുക. ആ ഒരു സ്മരണയുള്ളിടത്തോളം ഭഗവാനെ വിട്ട് ദേവി എങ്ങും പോവില്ല. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദേവിക്ക് ഭഗവാനെ വിട്ട് പിരിയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഐശ്വര്യം സ്ഥിരമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ദേവി ഒരിക്കലും ഭഗവാനെ വിട്ടുപിരിയുന്നില്ല. എവിടെ ഭഗവാനുണ്ടോ അവിടെ ദേവി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഭക്തിക്ക് കോട്ടം തട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഐശ്വര്യക്ഷയം ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഭഗവാൻ നമ്മളെ വിട്ടു പോയിട്ടല്ല. നമ്മുടെ ഭക്തിയുടെ തീവ്രത കുറയുമ്പോൾ, നമ്മുടെ ചിന്തകളിൽ ഭഗവാൻ ഇല്ലാതെ വരുമ്പോൾ, അപ്പോൾ നമ്മുടെ ഭക്തിക്ക് കോട്ടം തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഭഗവാൻ നമ്മളിൽ നിന്നും ദൂരെ മാറുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്തിയിലാണ് കോട്ടം തട്ടുന്നത്. അപ്പോൾ സ്ഥിരമായി ഭഗവാനിൽ ചിന്തയുള്ള ശ്രദ്ധയുള്ള ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വിളങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ ഉള്ളിടത്ത് എല്ലായ്പ്പോഴും സാക്ഷാൽ മഹാലക്ഷ്മി സ്ഥിരമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും ഭക്തനോടൊപ്പം ദേവി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭക്തി നമുക്ക് ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു 4 ശ്ലോകവും സ്ഥിരമായിട്ട് വായിക്കുക. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.